ശ്രീ സുഭാഷ് ബാബു, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര കേസ് കടന്നു പോകുന്നത്. കാരണം വളരെ പ്രതിഷേധങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത്, നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏതെങ്കിലും താങ്കളുടെ ഈ സർവീസ് കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ മറികടന്ന് ഈ കാര്യം പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിക്കുക? ഈ സമാധി സംബന്ധമായിട്ട് കേസുകളൊന്നും ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. മറ്റേ രഹസ്യമായിട്ട് കൊല ചെയ്തതിന് ശേഷം അല്ലാത്ത രീതിയിലോ മറ്റാളുകൾ അറിയാതെ സംസ്കരിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ സംസ്കരിച്ചത് നമ്മൾ ഇതേമാതിരി രണ്ടാമത് ഡിസിൻഡാൻ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിപ്പം വിശ്വാസവും നിയമവും ഒന്നിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളും, എല്ലാ സാഹചര്യങ്ങളും വിശ്വാസത്തിനനുസരിച്ച് നിയമം കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ടുപോകാമായിരുന്നു. ഈ മരണം രഹസ്യ സ്വഭാവത്തോടുകൂടി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അത് രഹസ്യാത്മക സാഹചര്യത്തിൽ അത് സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത്. കാരണം ആർക്കും ബോധ്യമല്ലാത്ത, അവർക്ക് മാത്രം ബോധ്യമല്ല, എല്ലാവർക്കും അവരിലേക്ക് മാത്രം സംശയം ചെല്ലുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് പ്രശ്നമായി വന്നത്. അപ്പൊ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നടപടിക്രമം ചോദിച്ചതിന് ഞാൻ പറയാം, അത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം എവിടാണ്, ഇതിന്റെ സാഹചര്യം എന്താണെന്ന് പോലീസും അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം ഇതിൽ ബന്ധപ്പെട്ട ആളുകളെ ആയിട്ട് അവരെ ചോദിച്ചതിന് ശേഷം ഇതിന്റെ സാഹചര്യം മനസ്സിലാക്കി അതിനുശേഷം അത് ശവം പുറത്തെടുക്കണം എന്ന് പോലീസിന് ബോധ്യം വരുന്ന സാഹചര്യത്തിൽ അവരെയും കൂടെ അറിയിച്ച് അവരെയും കൂടെ വിശ്വാസമെടുത്ത് പ്രദേശവാസികളെയും കൂടെ ചെയ്തതിന് ശേഷം ന്യായമായ രീതിയിൽ പോലീസ് ചെയ്യുവാനും, പോലീസ് തത്രപ്പെട്ടോ പെട്ടെന്ന് ചെന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് പൊളിക്കാൻ പോകുമ്പോൾ വൈകാരികമായ ഒരു സാഹചര്യം ഉണ്ടാവും. അത് കുറച്ചും കൂടെ വ്യക്തമായ രീതിയിൽ, നയപരമായ രീതിയിൽ ചെയ്യപ്പെടാമായിരുന്നു. അങ്ങനെ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വന്നത്. ഏതായാലും പ്രാഥമികമായ ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെയായിരിക്കും ശ്രീ സുഭാഷ് ബാബു? അതായത് ഇവർ ഈ മരണം മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചു, മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഒരു ഡോക്ടറുടെ സഹായം ഒന്നും തേടിയിട്ടുണ്ടായിരുന്നില്ല, കുടുംബാംഗങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് സമാധിയായി എന്ന് ഒരു പോസ്റ്റർ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി മരണം സംഭവിച്ചതാണ് എങ്കിൽ പോലും ഇവർക്കെതിരെ ഇനി നടപടി ഉണ്ടാവില്ലേ? സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഈ കല്ലറ തുറന്നതിന് ശേഷം ഇനി ഇൻക്വസ്റ്റ് നടക്കും. ഇൻക്വസ്റ്റ് നടക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പവറിലുള്ള ആൾക്കാരായിരിക്കും. മിക്കവാറും RDO തന്നെ ആയിരിക്കും, അല്ലെ വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അത് നടത്തുക. അത് ചെയ്തതിന് ശേഷം അതിന്റെ പരിക്കുകളും മറ്റു കാര്യങ്ങൾ പോലീസ് അതിന്റെ സഹായികളായിട്ട് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി അവിടെ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താം. വിശ്വാസികളുടെ വികാരത്തെ പരിഗണിക്കുകയാണെങ്കിൽ അവിടുന്ന് തന്നെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല എന്നുള്ളത്. ഡോക്ടർ അവിടെ വന്നിട്ട് അവിടുന്ന് തന്നെ ചെയ്യാം. മരണകാരണം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ മരണകാരണം സ്വാഭാവികമായിട്ട് മരണമാണ്. പക്ഷെ മരണം മറ്റാളുകളിൽ നിന്ന് ഒളിച്ചു വെച്ചത് വിശ്വാസത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം ബോഡി അവർക്ക് തന്നെ കൊടുത്ത് അവർ തന്നെ സംസ്കരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ബോഡി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അവരത് അവരുടെ ഉചിതമായ രീതിയിൽ സംസ്കരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും. മരണത്തിന് സംശയങ്ങളൊന്നുമില്ല, ദുരൂഹ മരണങ്ങളല്ല. ഇതിനകത്ത് ബലപ്രയോഗമോ മറ്റു രീതിയിലുള്ള ശ്വാസം മുട്ടലോ ഒന്നുമുള്ള രീതിയിലല്ല, സ്വാഭാവികമായിട്ട് മരണമാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ നടപടികളിൽ പ്രശ്നമാകുന്നില്ല. അതോടുകൂടി ആ കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് അത് സാധാരണപരമായിട്ട് കണക്കാക്കിയിട്ട് പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് അത് ക്ലോസ് ചെയ്യും. ബാക്കി നടപടികൾ വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളായിട്ട് നിൽക്കുന്ന ആളുടെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.